കാഴ്ചയല്ല, അതൊക്കെ മീനാണ് ഈ തളക്കുന്നത്. കണ്ടങ്ങള് പോയോ, കജ്ജമ കിട്ടിയ പോയോ? താവളാണ് ഇതിനകത്തേക്ക്. ഹായ് 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 ചെയ്യുമ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. നല്ല വെയിലാണ്, നല്ല വെയിലാണ്, കണ്ണിലേക്ക് നല്ല വെയിലടിക്കുന്നത്. ഞാൻ ഞങ്ങളുടെ പാലത്തിങ്ങയാണ്. നമ്മളുടെ പാടൊക്കെ കൊയ്ത് നെല്ലൊക്കെ കൊയ്ത് നല്ല സെറ്റായിട്ട് കിടക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി പറ്റും. ഇന്നത്തെ നമ്മളുടെ പരിപാടി ഒരു അഡാർ ഫിഷിംഗ് ആണ്. അഡാർ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ തോട്ടിലെ വെള്ളം വറ്റിച്ചുകൊണ്ട് മീൻ പിടിക്കുന്ന പരിപാടിയാണ്. പക്ഷേ ഇവിടെ അല്ല, നമ്മൾ കുറച്ചും കൂടി മേലെ, അതായത് നമ്മളിതിന് മുമ്പ് ഒരു നൈറ്റിൽ ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു. എന്താ പറയുക, ഞാനും രമേശും പാടെ അന്ന് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നില്ലേ, ആ ഒരു ഏരിയയിൽ ഞങ്ങൾ അന്ന് മീൻ ഒരുപാട് കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു കുണ്ട് തേക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളുടെ ഈ ഒരു തോടിനൊരു പ്രത്യേകത ഉണ്ട്. ഈ തോട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഉറവയുടെ സാന്നിധ്യത്തിലല്ലത് വെള്ളം ഇതിലേക്ക് വരുന്നത്. ഇതിലേക്ക് മഴ പെയ്താൽ മാത്രമേ വെള്ളം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേനലായി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വറ്റിപ്പോവുകയും വരണ്ട് കിടക്കുകയും ചെയ്യുന്ന ഒരു തോടാണ്. പിന്നെ അത് മാത്രമല്ല, അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ പോയപ്പോൾ തോട്ടിൽ മീനുകൾക്കൊക്കെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ, അതായത് മുറികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. മീനുകളൊക്കെ കേടുവരൽ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ തേവൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ നൈറ്റിൽ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു. അന്നും തന്നെ കാണാൻ പറ്റുന്ന കാഴ്ച തന്നെയാണ്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു തോട് ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയൊരു ഒഴുക്ക് മാത്രമേ ഉള്ളൂ. മേൽഭാഗത്തേക്കും തീരെ വെള്ളമില്ല. അപ്പോൾ ആ ഒരു ഏരിയയിൽ ആ ഒരു കുണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന് പോയിട്ട് തേവാനാണ് പരിപാടി. ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു 5, 6, 7, 8 ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ വന്ന് റെഡി ആവണുള്ളൂ. റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആദ്യം കിട്ടേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, അതായത് പമ്പ് സെറ്റ് കാര്യങ്ങൾ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ ആരൊക്കെ ഉണ്ടല്ലോ, അവിടെ ആരൊക്കെ ചങ്ങന്മാരപ്പോൾ നമ്മളുടെ മോട്ടർ, അതിലേക്ക് വേണ്ട പൈപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. സൈറ്റിക്ക് ഫുൾ ഓപ്ഷൻ കയറിയിട്ടില്ല. നമ്മളുടെ സൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് താഴെ അവിടം തൊട്ട് ഈ കാണുന്ന ഒരു ഏരിയ വരെ ഇത് റൈസ്, അത് പ്രശാന്ത്. ഞാൻ അവിടെ ഓരോരുത്തരുണ്ട്, ഓരോ സീൻ അനുസരിച്ച് ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരാം. കണ്ടങ്ങൾ തോട്ടിലെ വെള്ളം ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളം എത്ര ഉള്ളതുകൊണ്ട് അല്ല, ഈ ഒരു ഏരിയ ഇങ്ങനെ കാട് മുഴുകി കിടക്കണല്ലേ, അതൊക്കെ തോടാണ്. അപ്പോൾ ഓരോ നിൽക്കുന്ന ഒരു ഏരിയ കൂടെ എങ്ങനെയാണ് തോട് പോകുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ അങ്ങനെ മേലെ വരെ പോകും. അതായത് ഒരു 30 മീറ്റർ അത്രേ ഉള്ളൂ. പക്ഷേ ഈ 30 മീറ്റർ ദൂരത്തേക്ക് നമുക്ക് ഒരുപാട് പ്രതിസന്ധി ഉണ്ട്. ഈ കാടൊക്കെ വെട്ടി തെളിക്കാണ്ട്, അതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ മാറിക്കിട്ടണം, ചെളി മാറ്റണം, മീൻ പിടിക്കണം, ഒരുപാട് ടാസ്ക്കാണ്. കണ്ണാ ഇത് പന്നി, ഇത് കണ്ണം തിരിഞ്ഞ വെറുതെ ഒറ്റടിക്ക് ഇത് കണ്ണം. ഞാൻ ഇതിലെ വേറെ ഒരുത്തം വരുന്നോ വരട്ടെ. ഇതിലായിരുന്നു. ഇതൊക്കെ നമ്മളെ ടീം അംഗങ്ങളാണ്. ഞങ്ങൾ ഇപ്പം തന്നെ 1, 2, 3, 4, 5, 6, 7 ആൾ, 8 ആളുള്ളവർ. ഇത് വിജേഷ്, കുഞ്ഞാവ, അടുത്ത് സുബി, ഓനെ അഭി വിളിക്കും. 2 കുടിച്ചാളെ ഒപ്പൊന്നുമില്ല, ഓനെ കൊണ്ട് വെറുതെ പണിപ്പിച്ചല്ലേ. അത് വന്നിട്ടാണ് റെങ്കോക്കോൻ്റെ അല്ലേ, ആര് കയങ്ങുന്നാനാണല്ലോ. ഇതെന്ത് സംഭവം തലയിൽ? ഓ, പണ്ടത്തെ ആൾക്കാരൊക്കെ ഉപയോഗിച്ച സാധനമാണ്. ഞാൻ ഓനെ പറയാൻ വേണ്ടിയിട്ടേ. വാ കമ. നമ്മൾ ഏതാണ്ടൊക്കെ ഒരു ഏരിയ കാടൊക്കെ ഒന്ന് വെട്ടി പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി നമ്മളുടെ പമ്പ് സെറ്റ് ഒന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട് അതിലെ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ആ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ട് ഇപ്പം തന്നെ വെള്ളം കയറ്റുള്ള പരിപാടിയാണ്. നമ്മൾ ആ ഒരു കുണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞത്. പക്ഷേ അത് ഞങ്ങളിപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അതിൽ ആ കാട് കാര്യങ്ങളൊക്കെ ഒരുപാട് പണിയെടുക്കണം. അപ്പോൾ അത്ര കണ്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ സമയം 11 മണിയായി. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ ചെറിയൊരു ഒഴുക്ക് കാണുന്നുണ്ട്, അതായത് ഈ കുണ്ടിലെ വെള്ളം ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കെട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ചാക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ നല്ലൊരു കെട്ട് വെക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ വെള്ളം ഇറങ്ങൽ തുടങ്ങി. കാലൊന്ന് കഴുകിയേക്കാം. തോട്ടത്തെ വെള്ളം കയറൽ തുടങ്ങി കേട്ടോ. നമ്മളിപ്പോൾ തോട്ടിന് ഇങ്ങനെ കെട്ട് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മക്കളും തന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ 3-4 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഈ ഒരു കുണ്ട്, ഇതിലത്തെ മീനാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ ഇതിലത്തെ വെള്ളം ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഇനി കുറച്ച് കഴിയട്ടെ ഞാൻ കാണിച്ചു തരാം എന്താണ് അവസ്ഥ എന്നുള്ളത് കേട്ടോ. മോട്ടറിന് പിന്നെ കുറേ ചില്ലറ പ്രശ്നങ്ങളൊക്കെ വന്നു, എന്നാൽ പോലും നമ്മളെ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ടൊക്കെ വെള്ളം കയറി. റൈസ്, രമേശ്, ഉണ്ണി, കണ്ണ, പ്രശാന്ത്, അപ്പുറത്ത് സുബി, പ്രദീപ്, അവിടെ സജി, പിന്നെ കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ സംഭവം ചോദിച്ചാൽ നമ്മൾ ഏതാണ്ടൊക്കെ വെള്ളം പറ്റി നമ്മൾ മോട്ടർ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു ഞങ്ങൾ അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഫസ്റ്റത്തെ ഷോട്ട് ഞാൻ കാണിച്ചതാണ് ഇതിനകത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ വെള്ളമൊക്കെ വറ്റി പോയിട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു കുണ്ടിൽ മാത്രമായിട്ട് വെള്ളം ഒതുങ്ങിയിട്ടുണ്ട്. കണ്ണാ
പെട്ടെന്ന് നോക്കിക്കോളി. ആ കാടൊക്കെ വെട്ടി തെളിക്കണം നമുക്ക്. കണ്ടോ കണ്ടമാന കാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഈ കാണുന്നത് ഒരു പന മറന്നതാണ്. വലിയൊരു പനയായിരുന്നു, അത് മറന്നതാണ്. ശരിക്കും അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഇവിടെ തോട് ഇങ്ങനെ ഒരു ടേണിങ്ങിൽ ഇങ്ങനെ പോകുന്നത് ഒരു ടേണിംഗ് ആണ്. അപ്പോൾ ആ ഒരു ടേണിങ്ങിൽ പെരലാണ് പോയത്. ഇത് പൂർണ്ണമായിട്ട് ഈ കാട് കാര്യങ്ങൾ ഈ വള്ളിക്കൂടാരാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഈ ഒരു വള്ളി പിന്നെ മാത്രമല്ല അതിൻ്റെ മേലെ ഞങ്ങൾക്ക് വേറെ ആളെ കാണിച്ചു തരാം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് സാധാരണക്കാരനല്ല, അത് നായക്കാരനെയാണ്. കണ്ടാ പൂവൊക്കെ പൂത്ത് ഇവിടെ നായക്കാരനെ കായ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാ നിസ്സാര ഗ്യാപ്പുള്ളൂ തീർച്ചയായിട്ടും. ഇതിൽ ലീക്കൊന്നും ഇല്ല അണ്ണാ, ചെറിയൊരു ലീക്കുള്ളൂ. ഉണ്ടോ ഇതൊക്കെ നായക്കാരനെയാണ് ഈ പൂത്ത് നിൽക്കുന്നത്, നായക്കാരനെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡേഞ്ചറുള്ള വിഷയമാണ്. നമ്മുടെ മേലിൽ ചോർന്നിട്ട് നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. കടുവിനുള്ളൂ വിജയസേ ഇതൊക്കെ എന്താ കടുവകളാണ് തോന്നുന്നുണ്ട്. എവിടേക്കിട്ട് കൊണ്ടുപോകണത്? ഇവിടത്തെ എന്തൊക്കെ ചോർന്നു ആ കോയാട്ടിയാണ് കടുവാണ്. അതിന് നമുക്ക് എടുക്കാം. ഇത് കോയാട്ടി എങ്ങായി ഈ കോയാട്ടിയാടാ ഇങ്ങോട്ട് ബക്കറ്റ് കിട്ടും. കടുവിന് വേറെ വിഷയമുണ്ട്. കടു കുത്തിയിട്ട് ഒരു സുഹൃത്തിൻ്റെ കൈയൊക്കെ കംപ്ലൈൻ്റ് ആയത് നമ്മൾ വീഡിയോ കണ്ടതാണ്. അപ്പോൾ അത് ഈ കടു എന്ന് പറയുന്ന മീനാണ്, നമ്മൾ ശ്രദ്ധിച്ച് പിടിക്കണം അതിനെ. കാണിച്ചോണ്ട കേട്ടോ, കാണിച്ചോണ്ട കാണിച്ചോണ്ട. ആ തുടക്കം പൊട്ടിക്ക് ഓൻ്റെ മോനെ എമ്മ സാനാണ് ഇത്. ഉള്ളു പോയാലും കുഴപ്പമില്ല. ഇത് കണ്ടു ആക്കണ് ഒന്ന്. ഓഹോ ഓക്കെ അല്ലേ? എവിടെ ഓക്കെ രണ്ടാമത്തെ കയറി മൂന്നാമത്തെ റേസ് വീണ്ടും മൂന്നാമത്തേനെ കരസ്ഥമാക്കാനുള്ള പൊട്ടിക്ക് റേസ് പൊട്ടിക്ക് രമേശ് രമേശാണ് ഇതൊക്കെ പൊട്ടിച്ചിട്ട് ബക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് ഇത് തന്നെ കണ്ണാ. ഞാൻ ഗാലറിയിൽ നിന്ന് കളി കാണുന്നല്ല, ഞങ്ങൾക്ക് കൃത്യമായ രീതിയിൽ വിഷ്വൽ തരാൻ വേണ്ടിയിട്ടാണ് അവിടെ കുത്തിറക്കണം കേട്ടോ. അത് ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങാത്തത്. കറുപ്പിട് ബക്കറ്റ് ഇത് അവിടെ റെഡി. പോയി എടാന്ന് പറഞ്ഞ് കുത്തിറക്കല്ലിട്ടാ. കജ്ജമ്മ കേറിനൊക്കെ പിടിച്ചോളി. കുത്തിയോ ഒരു കുത്തിട്ടിയോ? കടുണ്ട് ആ പൊടിച്ചിട. എന്താണ് ചെങ്ങന്മാരിക്കടി പിടിച്ച് അവിടെ ഒരു ചപ്പുണ്ട്. അവിടെയാണ് അതിനകത്താണ് മീനുകളുള്ളത്. അപ്പോൾ ആ ഒരു ചപ്പ് എന്തായാലും നമുക്ക് തകർക്കേണ്ടതുണ്ട്. അപ്പോൾ അത് തകർക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. പക്ഷെ നല്ല ഇത് കയറ്റി തന്നെ കുത്തിക്കോട്ടാ. അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ. നമ്മൾ ഇതിലത്തെ വെള്ളം ഫുള്ളായിട്ട് വറ്റിക്കാൻ വേണ്ടിയിട്ട് മോട്ടർ വെച്ചാൽ ചൊറയാണ്. കാരണം എന്താ വെച്ചാൽ ചെളിയൊക്കെ കയറും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് വറ്റിക്കാം എന്നാണ് കരുതുന്നത്. ആ ഒരു കുണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്താണ് ഞാൻ പറഞ്ഞില്ല. നമ്മൾ അവിടെ നിന്ന് തുടങ്ങണമെന്ന് കരുതിയത്, പക്ഷേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നോക്കിയത്. പക്ഷേങ്കിൽ ഫസ്റ്റത്തെ കുണ്ട് തന്നെ ഹാപ്പി അല്ലണ്ണ. ഞാൻ പറഞ്ഞല്ലേ മീണ്ടതിലേ ഞാൻ രമേശും വെട്ടിയറിഞ്ഞ സ്ഥലമാണതേ. മുജ്ജി എന്ന് പറഞ്ഞ സാധനത്തിന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഈ മലപ്പുറംകാരി മുജ്ജി അറിയാണ്ട് കോടിക്കണക്കിന് വേണ്ട അതിനുള്ളിൽ. കടുവാണെങ്കിൽ നോക്കി പിടിച്ചിട്ടോ. അല്ല കടുവല്ല പോയി. ചെറിയ ബക്കറ്റില്ലേ, ആകെ 2 ബക്കറ്റല്ലേ ഉള്ളൂ. ചെങ്ങന്മാർ ഇത് കഴുങ്ങിൻ്റെ പട്ടയാണ്. അതായത് അത്യാവശ്യം നമ്മളത് മീൻ പിടിച്ചു. എന്നാൽ പോലും ഇതിൻ്റെ മടകളിൽ പക്കുകളിലൊക്കെ ഒളിച്ച് നിൽക്കുന്ന മീനുകൾ അല്ലെങ്കിൽ കയറി നിൽക്കുന്ന മീനുകളെ കിട്ടണമെങ്കിൽ നമ്മളതിനകത്തേക്ക് നമ്മൾ കൃത്രിമമായിട്ടുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുകയ്ക്കുക, പഴമക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ്. പുക അടിച്ച് കയറ്റുക, മീനുകൾ ഇറങ്ങി വരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് കണ്ണനാണ് ഇത് പുകയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മളുടെ പട്ടയൊക്കെ ഏറെക്കുറെയൊക്കെ നമ്മൾ തോട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പുക കൊടുക്കും. ആ ഒരു പക്കിന് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് മടകളാണ്. അപ്പോൾ അത്തരത്തിൽ വലുത് എത്തക്കാടുക പ്രസാദ് നോക്കിട്ടോ. ആദ്യ കുണ്ടിലെ നമ്മളുടെ മീന് നമ്മളൊരു ഇളം ചാക്കിലേക്ക് തട്ടുവാണ്. ഓക്കെ, ഒരു കുട്ടി ചാക്കായില്ലേ? ആഹാ, എത്ര കിലോ ഉണ്ടാകാവേ? അത് ജസ്റ്റ് 3 കിലോ ഉണ്ടാവും. ഓക്കെ, റെഡി. നമ്മളിതിൻ്റെ മുമ്പ് ഒരു ദിവസം നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കീറിയ വലയാണത്. പക്ഷേങ്കിൽ നമുക്ക് ചെറിയ വലപ്പൊട്ട് വേണം പറഞ്ഞപ്പോൾ അടുത്ത് കുട്ടികളെ വിട്ടാണ്ട് കൊണ്ടുവന്നതാണ്. നഹി ഹേ
എൻ്റെ വില്ലേജിലെ ആളുകളാണത് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ ഫസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു കാടും പൊന്ത ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നീങ്ങാനൊക്കെ കരുതി. പക്ഷേങ്കിൽ ആ കുണ്ടിലെ മീൻ കണ്ടപ്പോൾ നമ്മൾക്കൊരു ആകാംക്ഷ, ഈ ഒരു കുണ്ടിൽ അത്യാവശ്യം മീൻ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രാലിപ്പം തന്നെ കയറിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇപ്പോഴത്തെ വെള്ളം ഇങ്ങനെ വറ്റുകൊണ്ട് നിൽക്കുകയാണ് കാണാ. പിന്നെ ഇവിടെ അതിലും തന്നെ അത്യാവശ്യം ചെറുപേരിലെ കാര്യങ്ങളൊക്കെ കയറിയിരിക്കണം. വെള്ളം തന്നെ പൂർണ്ണമായിട്ട് വറ്റിക്കണം. ഞാൻ അവിടെ താഴത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. ഇവിടെ ഈ മോട്ടറിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ, ഇല്ലാതാണ് ഈ പണിയിട്ട്. നമുക്ക് ഒരു കറിക്കുള്ള സാധനം കുഞ്ഞാവ് വന്നത്. എടാ ഒരു ബക്കറ്റ് കൊണ്ട് തന്നാണ്. ഈ കാടിൻ്റെ ഉള്ളിലാട്ട് ബല എല്ലാവരും വെല്ല മതി. അങ്ങോട്ട് ആ ബക്കറ്റ് വേണം നിർബന്ധം. എന്താണ് കടുവല്ല വരാല പിടിച്ചാ ആ പൊട്ടിച്ചിട്ടാ ഇല്ലേ എന്നിട്ട് ഈ പേരിലെടുത്താ പൊടിച്ച് ഇത് അത്യാവശ്യം മീൻ ഇതിലുണ്ട്. പിന്നെ ഇതിനകത്ത് ഇഷ്ടം പോലെ ചെക്കന്മാരുണ്ട്, നമ്മളക്കന്മാർ. ഞാൻ അതിനകത്ത് കയറാക്കുക, കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ഗ്യാപ്പില്ല നമുക്ക് അങ്ങനെ കയറാൻ വേണ്ടിയിട്ട്. മക്കളെ റെഡി അല്ലേ കേട്ടാ? കിട്ടിയല്ലോ വേസ്റ്റ് ഉള്ളില്. ഇത് കണ്ടങ്ങൾ ഇതൊക്കെ നമ്മളെ തോടിന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അല്ല രമേശ ഈ മീനുകൾക്കൊക്കെ ഇങ്ങനെ അസുഖം വരുന്നതേ. ഈ പ്ലാസ്റ്റിക് കണ്ടമാനം കേറ് വേസ്റ്റ് അല്ലേ. എന്താ കിട്ടിയാ മോനെ ഇതൊക്കെ ഒരു രസാനാണ്. കജ്ജി തരലേ ആ പൊട്ടിച്ച് ചാടിക്കഴിഞ്ഞാലേ പൊട്ടിച്ചാണ്ട പൊട്ടിച്ചാണ്ട് എന്റെ കാലിൻ്റെ അടുത്ത് ഞാൻ നോക്കണില്ല ആക്കണേ. എന്റെ കാലിന്മ തന്നെ കത്തിക്കണം. അതോ ആക്കണേ വാടാ മുടുക എന്നാ ഞാൻ പൊട്ടിച്ചാണ്ട് ഇത് കേട്ടാ പൊട്ടിച്ചാണ്ട കൊട്ടേ കേട്ടാ. എടാ മക്കളെ ഇവിടെ കൊണ്ടേ വക്കറ്റ് കേട്ടാ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ തോട്ടിൽ ഇനി ഒരുപാട് ഏരി പിടിക്കാനുണ്ട്. ഇത് ഞാൻ പറഞ്ഞതുപോലെ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഒരു ഉറവില്ലാതെ വരുന്ന വെള്ളം വീണ്ടും ഒന്നുകൂടി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. കിട്ടിയോ കയ്യിലുണ്ടാ പോയട്ടിയാ ഇതൊക്കെ ജീരട്ട് ബക്കറ്റ് കുടിച്ചാ ഒരൊറ്റ ഇരുത്തം ആട്ടട്ടെ. രമേശ ഇജ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒയക്ക. ജാട്ടലുകാരനാണെന്ന് പറയുന്നുണ്ട്. ഇതിനകത്തുണ്ട് നമ്മളെ രണ്ടേക്കന്മാര് പ്രശാന്ത് രമേശ് അതിനകത്തുണ്ട്. ആർക്കും തൊടാൻ പറ്റാത്ത ഏരിയ ഇതൊക്കെ. ഓൻ്റെ മാനെ എന്നാ വലിയ കറുപ്പ് അതൊക്കെ. രമേശ് ഇതൊക്കെ നോക്ക് സാധനം. ഈ കുണ്ട് ഒഴിവാക്കിയാണെങ്കിൽ വീണ്ടും ഇവലെ ഒരു റൗണ്ട് പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒരു വെള്ളം വറ്റി കൂട്ടി അല്ലല്ലേ. അപ്പൊ ആകെ ഒരു ബക്കറ്റ് വെള്ളം എങ്ങനെ 2 ബക്കറ്റ് വെള്ളേ. അതായത് നമ്മുടെ എല്ലാ കുണ്ടിലും ഇത്തരത്തിൽ മോട്ടർ വെച്ച് കഴിഞ്ഞാലും നമ്മൾ വെള്ളം തേകി വറ്റിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ. അതിനകത്ത് നല്ല മീനുണ്ട്. നമ്മൾ സ്കിപ്പ് ചെയ്ത കുണ്ടാണ് കയറില്ല, പക്ഷേ ഈ സ്കിപ്പ് ചെയ്ത കുണ്ടിലാണ് ധാരാളമായിട്ട് മീനുകളുള്ളത്. നമ്മുടെ ആ ഒരു ചാക്ക് ഏതാണ്ട് കാഭാഗമായിട്ടുണ്ട്. അത് മുഴുവനാക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. കിട്ടിയില്ലേ കേട്ടോ? പൊടിച്ചത് അതൊക്കെയാണ് മജാത്ത സാധനമാണ്. പൊക്കിയ നോട്ടെ നമ്മളെ മീന് ചാക്ക ആയില്ലേ. ഒരു 6 കിലോനായില്ലേ അല്ലേ? അതിലേറായിക്കോ ഇല്ല, ഉള്ളി ഞാൻ കാണിച്ചില്ല. അപ്പോൾ ആയിട്ടില്ല, ഉണ്ട് എൻ്റെ ഞരമ്പൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഓരോ കുണ്ട് കഴിഞ്ഞാലും അടുത്ത കുണ്ടിലേക്കുള്ളത് ഇപ്പോഴും അവർ കഴിഞ്ഞിട്ടില്ല. തെങ്ങും കുണ്ട് അപ്പുറത്തേക്ക് മോട്ടർ നമ്മൾ ആ ഒരു കുണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് നിൽക്കുന്ന അത്രയും വെള്ളമുണ്ട്. പക്ഷേ ആ വെള്ളം നിൽക്കാൻ കാരണം നമ്മൾ ഈ ഒരു കെട്ട് ഉണ്ടാവും, നൈസായിട്ട് തുറന്നു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വെള്ളം ഇനി ഇതിലേക്ക് പോകും. ഫുള്ള് ഉറക്കാൻ വേണ്ടി പറ്റില്ല. ഒരാൾക്കോട്ടെ ചെങ്ങന്മാരെ കുഴങ്ങി, പെരുംകുഴക്ക കുഴങ്ങി വേറെ ഒന്നുമല്ല. നമ്മുടെ ആ ഒരു മേലിന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളത്തെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാന്ന് കരുതിയാൽ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ നല്ലൊരു ബണ്ട് കെട്ടേണ്ടി വരും. അത്ര വലിയ ബണ്ട് കെട്ടാൻ നമ്മളെ കൊണ്ട് ഇവിടുന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പാടായതുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ ഐഡിയ ഉണ്ടെത്തി. തോടിന് ഞങ്ങൾ നൈസായിട്ട് അതിൽ ചെരിച്ചു വിട്ട്. ഇനി നമ്മുടെ ലക്ഷ്യം ഈ ഒരു കുണ്ടാണ്. ഈ ഒരു കുണ്ടിലേക്ക് കൊണ്ടാണ്. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ വെട്ടിയത് നിങ്ങൾ കണ്ടേക്കും. സാധനം ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു കുണ്ടത്തെ വെള്ളം വറ്റിച്ചിട്ട് ഈ വെള്ളത്തിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നേരെ അത് അങ്ങോട്ടേക്ക് പോകും. നമ്മൾ ചെക്കന്മാരൊക്കെ അവിടെ ഫുൾ ഓപ്ഷൻ റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. പക്ഷേങ്കിൽ ഈ വരുന്ന വെള്ളം ഇതിപ്പോൾ എന്താ വെച്ചാൽ വെള്ളം നിന്നതായിരുന്നു.
ഇപ്പം ഈ മഞ്ഞിങ്ങനെ പെയ്യുന്നോണ്ടാണോ അറിയില്ല, കണ്ണനതാ പറഞ്ഞത് ഇതാണ് മഞ്ഞ് പറഞ്ഞോണ്ട് എന്താ അറിയില്ല. മഴയൊന്നും ഇപ്പോൾ പെയ്തിട്ടില്ല ഇപ്പം അടുത്തൊന്നും. ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് പോയവരുണ്ട്. ഞങ്ങൾ കുറച്ച് പൊറാട്ട വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു ഇലയിലാക്കിയിട്ടോ എങ്ങനെയെങ്കിലൊക്കെ അല്ലേ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അതിക്കത്ത കറി ബീഫോ മിയ പൊറാട്ട ഉണ്ട്. അത് എടുത്തിട്ടോ നമ്മൾ തിന്നൂലേ? ഈ ആളിനെ ഉള്ളൂ കേട്ടോ. ഇനി ബാക്കിയൊക്കെ കഴിച്ചവരാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫിഷിങ്ങിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടി. അല്ല പിന്നെ നമ്മളിത് എന്ന് കമ്പ പെട്ടിക്കണ് അല്ലേ? അപ്പോൾ അത് പറയണേ, നമ്മളിങ്ങനെയൊക്കെ ഫിഷിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാന്ന് വേണ്ടി വീട്ടിലേക്കൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. ഞങ്ങള് മീൻ പിടിച്ചണ കമ്പക്കാരാണ്. തീറ്റമ്മ തീർച്ചയായിട്ടും ഓരൊക്കെ ഒന്ന് പുറത്താണ്. ഓരൊക്കെ ഒന്ന് കണ്ടിട്ട് റങ്കാവട്ടെ അല്ലേ? അതായത് ചിക്കൻ പോട്ട്സും പൊറാട്ടയും. പിന്നെ മക്കളെ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പെരും ടേസ്റ്റ് ഞങ്ങൾക്കിപ്പോൾ. ഇത് പണ്ട് നമ്മൾ ബോയ്സ് സ്കൂളിൽ ചോറ് വാങ്ങണ മാതിരില്ലേ? ഒരു പ്ലേറ്റില്ലേ? ഒരു പ്ലേറ്റ് 4 ആള്. ഇപ്പൊക്കെ നമ്മളുടെ ഈ ഒരു കുണ്ടിലെ വെള്ളം പൂർണ്ണമായിട്ടും പറ്റി. ഇതിൽ ചളിയാണെങ്കിൽ ഇത്ര കണ്ട് ചളിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ. അപ്പോൾ അവിടെ ഉണ്ടോ നല്ലൊരു സാധനം അവിടെ നിന്ന് പൊളക്കുന്നുണ്ട്. അയ്യോ അതിനിപ്പോൾ ഒന്നുണ്ടോക്ക എൻ്റെ കാര്യം. ഇവിടെ നല്ലൊരു സാധനം കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ നോക്കിക്ക ഇവനും പോരെ ഓഫാക്കല്ലേ? ഇത് മതി. ഞങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊന്നും എപ്പോഴും കിട്ടുന്ന കാഴ്ചയല്ല. അതൊക്കെ മീനാണ് ഈ തിളക്കുന്നത്. കണ്ടങ്ങൾ ഇത് മീനാണ് ഈ തിളക്കുന്നത്. തിളക്കണ ജാതി മീനാണ് ഈ തിളക്കുന്നത്. മക്കളെ കണ്ടോളി മക്കളെ. ചില്ലറ ഡയലോഗ് ഉണ്ടാവും. അതായത് നായി കുറേ മോനെ എമ്മസാനല്ലേ ഒന്ന് അല്ലേ? ഉദ്ഘാടനമാണ് ഈ കൊണ്ടുത്തെ അല്ലേ? ആ വലിയ കുടുങ്ങിയാണ്. ആയിക്കോട്ടെ, ഉദ്ഘാടന റേസ് കരസ്ഥമാക്കിയിരിക്കുന്നു. ഇവിടെ ഇപ്പൊ ഇറങ്ങണ്ടെങ്കിൽ ഇറങ്ങണ്ട, പക്ഷെങ്കിൽ ആ കടക്കണ അടവത്തോ ഒന്ന് കോരി പിടിക്കാനുള്ള പരിപാടിയാണ് നമ്മള്. കാരണം ആ പരലുകളെ നമുക്ക് മിസ്സാകാതെ കിട്ടാൻ വേണ്ടിട്ട് അങ്ങോട്ട് കയറ്റിക്ക. കുട്ടികളെ മക്കളെ വരി ഇങ്ങോട്ട് ഇതിത്തെ പെരലൊക്കെ പൊറിക്കാണ്ടായി കിട്ടാണ് ആ ബക്കറ്റക്ക് കേട്ടോ. ഒറ്റ പെരല് മിസ്സാക്കാതെ അതോലിടും. വലവാണോ? എന്നാ പിന്നെ ശരിയല്ലേ? ഓല് പിടിക്കട്ടെ ഓലെ പിടിച്ചോട്ടെ. അതിക്ക് കോരി ഇതിങ്ങനെ നടാ ആ ബക്കറ്റാക്കണേ. ഇനി അങ്ങോട്ടനെ കേറി സച്ചു അബിയ പിടിച്ചിട്ടാ ആക്കണേ സാധനം. എത്ര ആളാ? 1 2 3 4 5 6 ആള് വരെ പിടിക്കും. നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ മീനിനെ ബക്കറ്റിലേക്ക് നടക്കുന്ന ഒരു പരിപാടിയാണുള്ളത്. കോട്ടിയോ ഒക്കെ പോട്ടെ. കേറ് കണ്ടമാനടാ. നമുക്ക് കിട്ടിയതിൽ കറുപ്പുകൾ ധാരാളമായിട്ട് കൊണ്ടുവന്നാണ് കിട്ടിയത് കേട്ടോ. ആ വില പിടിക്കാൻ തന്നെ നമുക്ക് കുറച്ച് ഡേഞ്ചറാണ്. കറുപ്പ് പറഞ്ഞാൽ അനാബസ് ആ സാധനമാണ് ഇതിൽ കൂടുതലായിട്ട് കിട്ടിയത്. ഈ സൈസ് സാധനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. എന്താ ഇപ്പത്തെ ചാക്കിന്റെ അവസ്ഥ നോക്കട്ടെ. അതൊന്ന് കൂട്ടി പിടിച്ചാൽ തല ആക്കണ്. അത്ര കണ്ട് ചേറല്ല ഇത് മീനാണ്. അത് അരച്ചാക്ക് മീൻ എന്ന് പറയുമ്പോൾ നമ്മളാകെ 1 2 3 കൊണ്ടുവന്ന് പിടിച്ച മീനാണ്. ഇനി ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല. നമ്മളുടെ ഇനിയുണ്ട് മേലേക്ക് 1 2 3 4 5 കൊണ്ട് ഇനിയുണ്ട്. പക്ഷേങ്കിൽ ഏതെങ്കിലും 1 2 കൊണ്ട് എടുക്കുള്ളൂ. എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് പിടിക്കാൻ വേണ്ടി പറ്റാറില്ല. കാരണം അത് നമ്മൾ ഒരട്ട തേകിയെന്ന് കരുതിയണ്ടാ എടാ മോനെ. അതായത് ഈ ഇതൊരു തെങ്ങാണ് കേട്ടാ. ചേറ് മൂക്കി കയറ്റില്ല കേട്ടോ.
അതായത് അതിനകത്തേക്ക് അങ്ങോട്ട് ഏതാണ്ട് ഒരാൾക്ക് കയറാൻ പറ്റുന്ന അത്രയും ഗ്യാപ്പിലായിട്ട് എന്തുണ്ട് എന്തേലും ഉണ്ടോ കജിലുണ്ടോ ആ ഒന്നുണ്ട് ടീച്ചറിന്റെ ഉള്ളില് ഏയ് ചാടി എടാ അവിടെ ഒന്ന് കവർ ചെയ്യടാ വിജയസ് എന്താ കാട്ടണേ വേരലൊടിച്ചേ എന്താ കാട്ടല്ലേ ഒരു ഒപ്പില്ല തടയണില്ല വെച്ചാ 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 മോനെ ഇതൊക്കെ കിട്ടേലി അമ്മസാനം അപ്പൊ ഇതൊന്ന് പൊന്തിച്ചാട്ടിക്ക ഒന്ന് പൊന്തി ഇത് കൊല്ലത്തൊന്നല്ല ചിറകൊക്കെ നോക്കാന് മോനെ ഒന്ന് കഴിക്ക അതിൽ വിടല്ല കേട്ടോ അതിൽ വിട്ട പോലെ അന്ന അതിലെ വിടുവല് ഓ ഇക്കൊല്ലത്തല്ല അങ്ങോട്ടൊക്കെ അതിന്റെ ഈ സൈഡൊക്കെ നോക്ക് അടിപൊളി ബ്രാലാണ്. അപ്പൊ നമ്മൾ പിടിച്ചത് ഈ ഒരു തെങ്ങിന്റെ മൊരട്ടിന്റെ ഉള്ളിൽ, അതായത് ആ ഒരു പക്കിന്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഭാഗം കണ്ണന് ഒരാൾ കൂടി അതായത് നൊഴിഞ്ഞ് കയറാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. മാക്സിമം നമുക്ക് നോക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങൂല. അവർ ഇതിലേക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് അവർ ഇറങ്ങില്ല. ഇറങ്ങിയാൽ കിട്ടും, അത് വേറെ വിഷയം. പക്ഷേ നമ്മൾ കജ്ജിട്ട് തന്നെ പിടിക്കേണ്ടി വരും. മോനെ എൻ്റെ രണ്ടുള്ളനടിക്കുള്ള സാധനം ഇത്രയും വലിയ കറുവപ്പളിയാ ചടിക്കല്ലേ വിജയസേ എവിടുക്കാ കുട്ടേട്ടനാവില്ല കേട്ടോ, കുട്ടേട്ടനാവില്ലേ. വിജയസ് ഒന്നുകൂടെ എൻ്റെ ഉള്ളിൽ കൂടെ കയറി പോയാലോ? കുറച്ചുകൂടി സ്ഥലമുണ്ടോ? കജ്ജമങ്ങ തടയുണ്ടോ? എനിബഡി റെഡി? ആ ഇക്കണ്ട ബക്കറ്റിക്ക് അങ്ങ് ഇട്ടോളൂ, ബക്കറ്റിക്ക് അങ്ങ് ഇട്ടോളൂ. കടോ കുത്തിയോ? ഓ ബ്ലഡ് 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 പോയോ? കജ്ജമ കിട്ടിയ പോയോ? ഒന്ന് വളത്തിന് മുക്കിയെടുത്താണ്, ഒന്ന് വളത്തിന് മുക്കിയെടുത്താണ്. പൊന്നു മകളെ ഇയാളെ ഇതൊന്നും ഇന്നത്തെ നല്ലട്ടോ. ഈ പറഞ്ഞ കുട്ടിമാ പറഞ്ഞാല് ഇതുവരെ കിട്ടിയില്ല ഇത്രയും വലുത്. മോനെ പൊട്ടിക്കണ്ട ആണോടെ പോട്ടാ പോണ്ട. കണ്ടോളി കണ്ടോളി പോണ്ട പോണ്ട. അതാണ് എന്താണ് എന്താണ് എന്താ വിടല്ലേ 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 വിടല്ലേ. ഇതെത്താ ബക്കറ്റ് അടിച്ച് കറൂപ്പോ? അപ്പൊ രഞ്ജിത്ത് ഞാൻ തപ്പൂല. ഏടാച്ചേമാരെ പോയത് പോട്ടെ പോയത് പോട്ടെ 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 പോട്ടെ. വിത്ത് വേണ്ടേ വിത്ത് വേണ്ടേ? വീണ്ടും വീണ്ടും തീയിട്ടിട്ടാണ് മക്കളെ. ഇതിനകത്തേക്ക് ഞങ്ങൾ പുകച്ചിട്ടുണ്ട്. അത് മേലെയാണ് ആളിൽ പുക പോകുന്നത്, അത് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു പുകയുടെ റിസൾട്ടാണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഒക്കെ മൂത്ത സാധനങ്ങളാലേ. പുടി കുട്ടി വന്നാ ഒരു ബ്രാല് നമുക്ക് ഇതിൽ മിസ്സായി. അതാണ് ഇപ്പൊ നമ്മളെ സങ്കടം. രക്ഷപ്പെട്ടു എന്ന് തോന്നി. ഓനെ നമ്മളിത് നിന്ന് പിടിച്ചു. രമേശ് അത് പിടിച്ചു. രഞ്ജിത്ത് പോരാ. ഇത്ര നേരം ഏതാണ്ട് 1 മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ നിന്ന് കഷ്ടപ്പെട്ട നമ്മളുടെ പ്ലെയറാണ്. ഓൻ കാരണമാണ് ഇത്ര അധികം മീനായെന്ന് പുറത്തിറങ്ങാനുള്ളത് കാരണം. അത് നിസ്സാര സംഭവമല്ല, ചെറിയ സംഭവമാണ്. വലുതല്ലോ ചെറിയ സംഭവമാണ്. വിജയസേ മടയിൽ കയറി എൻ്റെ അനുഭവം എന്ന് പറഞ്ഞ എന്താ അതിന്റെ ഉള്ളിൽ സാധനം എങ്ങനെയാണ്? കജ്ജി താവളാണ് ഇതിനകത്തേക്ക്. പാർക്കിംഗ് ഉണ്ട് സ്ഥലം തന്നെ ഇതിന്റെ ഉള്ളിൽ.
ചെക്കനെ സൂം ചെയ്യുന്ന ഉള്ളിൽ എവിടെ ആളെ കാണണ്ടേ ഓനെ കാണുമ്പോ ശ്വാസം കിട്ടണ്ടല്ലേ അതിന് പകുതി മൂക്ക് ചളി കാറ്റില്ല കേട്ടോ ഓരോ മുങ്ങലിലും മീനാക്കണേ. അതെ ഈ ഒരു തെങ്ങിന്റെ ഈ ഒരു മൊരട് ഈ ഒരു തെങ്ങ് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞതാണ്. ആ ഒരു ചെരിഞ്ഞ ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന മീന് എത്രയാണ്? അതായത് ആ ചാക്കോട് കൂട്ടം നമ്മൾ ഈ ഒരു റേഞ്ചിലേക്ക് വരുന്നത്. പക്ഷേങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് അത്യാവശ്യം മീൻ കിട്ടി. ഈ ഒരു തെങ്ങിന്റെ ഈ ഒരു മൊരട്ട് താമസിക്കുന്ന അന്തേവാസികളാണ് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ പറടാ, അതായത് ഒരു ചാക്ക് മീൻ അല്ലേ, 25 കിലോന്റെ ഒരു ചാക്ക് മീനാണ് ഇഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത്. രമേശെ വിളിച്ചാണ്ട് ചാക്കതാ വരുന്നേ. എന്തായാലും മീൻ ഇട്ടൂടെ? അബിയാ ഒക്കെപ്പാടെ കത്തുവോ? കത്തുവോന്നല്ല, കത്തിച്ചു. അതിന്റെ അടിക്കോ കണ്ടാമാനം പിടിച്ചടാ. മോനെ എന്റെ കറു പരമ്പര ദൈവങ്ങളെ. അതായത് നമ്മൾക്ക് ഒരു ചാക്ക് നിറഞ്ഞല്ലോ, അപ്പൊ വലിയൊരു ചാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എടാ വിജയസേ ഒന്ന് പിടിച്ചോടിക്കടാ അടി. ഇതൊക്കെ ഒന്ന് കൊണ്ട് ചേരിഞ്ഞിട്ട് ആ മീൻ മാത്രം നമുക്ക് ചളി ഇല്ലാതെ എടുത്തിടാനാണ്. വെറുതെ ചളി ആയിട്ടുണ്ടല്ലോ, ചളി ഉണ്ടെങ്കിലേ ചെയ്തിട്ടാണ്. ഇത് നമ്മൾ പിടിച്ചാണ് കേട്ടോ. 2-3 ആൾക്കാരെ പിടിച്ചണം വല്ല നടുക്കുക. അതിനെ തുറക്ക 2-3 ആൾക്കാർ മര്യാദക്ക പിടിച്ചോളി വലേ. എടാ ഇവിടെ കിക്ക്. അപ്പോൾ ആ രഞ്ജിത് ഇവിടെ കിക്ക്, ഇങ്ങോട്ടേക്ക്. അതെ ശരി പോക്ക്. മോനതിൽ എവിടെ കഴിച്ചാളി കണ്ടമാനം മീനല്ലേ. ആ ചാക്കെടുക്ക് ചേച്ചേ വേഗം പാരിടാ. ആ ചാക്ക് ആയിക്കോ ഏക്കും ചാക്ക് ഏക്കൂടാ, ചളി ഒഴിവാക്കിയിടാനാണ്. ഇതാണല്ലേ നമ്മളെ ഇത് മെയിൻ സാധനങ്ങൾ, മെയിൻ ഐറ്റാണ്. കയറ്റി വിട്. ഈ കാണുന്നൊക്കെ പൊറുക്കിട്ടാ എടാ വരികടാ. അതായത് ഇവിടെ നിന്നിങ്ങനെ കളച്ചിട്ട് ഇങ്ങനത്തെ കട്ടകൾ എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടെ ഒരു കെട്ട് വെക്കുക. നമ്മുടെ അവസാന കുണ്ടാണത്, അവസാന കുണ്ടാണ് അല്ലേ? അല്ലേ ഹെഡ് ഓഫീസിൽ നിന്ന് അനുമതി വാങ്ങണ്ടേ? അപ്പോൾ ആവും. അതെ. അപ്പോൾ ഈ ഒരു കുണ്ടിലായിരുന്നു നമ്മൾ ധാരാളമായിട്ട് മീനുകളെ കണ്ടത്. ആ ഒരു വിഷ്വൽ എൻ്റെ കയ്യിലുണ്ടെന്നാണ് തീർച്ചയായിട്ടും കാണിക്കുന്നതാണ്. വെട്ടാൻ വേണ്ടി വന്നപ്പോൾ ആ ഒരു മടയിലൊക്കെ ഇഷ്ടംപോലെ ബ്രാലുകളെ കയറിപ്പോയത്. അതുപോലത്തെ മഞ്ഞയിൽ പറയുന്ന മീനൊക്കെ അവിടെ ഉണ്ട്. ജസേ വരച്ചാ അപ്പോൾ ഇവിടെ നമ്മുടെ ചെക്കന്മാർ നല്ല രീതിയിൽ കട്ട, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. കണ്ട ഉണ്ടെങ്കിൽ ഇങ്ങനെ പോവും കട്ട. ആ പോണ കട്ട അവിടെ അങ്ങോട്ട് കെട്ടാവും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടി. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഞാൻ അത്ര അവിടെ കളക്ട് ചെയ്യുന്നത് അതിൻ്റെ കിതപ്പുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ അവിടെ ചെയ്തതുപോലെ തന്നെ ഈ വെള്ളം അവിടെ നിന്ന് വരുന്ന വെള്ളത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാല് അല്ലെങ്കിൽ ഒരു കെട്ടാണ് ഇവിടെ ഇടുന്നത്. ആ ഒരു കൂടെ ആ വെള്ളം ഒഴുകി പോവും. കുഞ്ഞാവാ ഓക്കെ അല്ലേ? അതിൽ കയറി പോലെട്ടോ. റെഡി പോകുമ്പോ. അതായത് ഈ ഒരു കുണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന മേൽഭാഗത്ത് ആ പടവ്, ഈ പടവിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള മീനുകൾ ധാരാളമായിട്ട് ഉണ്ടാവുക. അപ്പോൾ കണ്ടോ ഇവർ അത്യാവശ്യം പിടിക്കുന്നുണ്ട്. ഇന്ന് നല്ല രീതിയിൽ കിട്ടും എന്ന് തന്നെയാണ് കരുതുന്നത്. വെള്ളം ഫുള്ളായിട്ട് വറ്റിപ്പോയിട്ടോ, വെള്ളം ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ട്. കണ്ടോ എടാ അതിലെങ്ങനെ ഇറങ്ങും കേട്ടോ രമേശാ. ആ വെള്ളം വരുന്നതിനൊപ്പം ഇങ്ങനെ ഇറങ്ങും. അത് നമ്മളെ വെള്ളമാണോ? നമ്മളെ വെള്ളമാണ്. വടച്ചോനെ അടിപൊളി. ഞാനിത് കാണാൻ വേണ്ടി പറ്റിയിരിക്കുക, വേറെ ഒന്നല്ല. ഞാൻ അമ്മൻ്റെ കൈക്കോട്ടും കൊണ്ട് പോകുന്നിക്കണേ. അപ്പോൾ അത് കാണാല്ലേ, ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ്. ഓക്കെ പ്രശ്നം നോക്കട്ടെ. ഈ മടയിൽ നിന്ന് ഇറങ്ങി വന്ന സാധനം എന്തായാലും എത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്തിക്കണ്. കൈക്കോട്ട് അമ്മൻ്റെ തൊഴിലുറപ്പിനാണത്. ഇല്ലെങ്കിൽ സീനാണ്. അതൊക്കെ ഇറങ്ങിയ ഇതാണെങ്കിൽ സ്പോട്ടിൽ ഞണ്ടിനെ ചുട്ടുകൊണ്ടിരിക്കണം. ഇവിടെ തീ കിട്ടി ഗ്യാപ്പില് ഈ വടിന്റെ അളവ് കാണിച്ചു കാരണം ആ വടിയൊന്ന് കയറ്റിക്ക. വടി കാണിച്ചു കൊടുക്കാറ്. ഈ വടി മൊത്തം എത്തുന്നില്ല. അത്രയും വലിയ വടിയാണ്. ആ കയറ്റ് അത്രയും പക്കുണ്ട്. അത് ഇഞ്ഞു ഫുള്ള് പോകും. അത്രയും മീനുകളതിൻ്റെ ഉള്ളില് ചൂട് പറ്റുന്ന ചേറില് നനഞ്ഞ ചേറില് കിടക്കും. അപ്പൊ നോക്കണ്ടല്ലോണ
ഇഷ്ടം പോലെ ആയിക്കോട്ടെ. അല്ല ഇതിങ്ങനെ വാരിടാൻ തന്നെ ഉള്ളൂ. സെറ്റല്ലേ തോട്ടത്തെ മീനൊക്കെ? രമേശനെയാണൊക്കെ ഇതിന്റെ ഒറ്റ ഇടലിട്ടോ എല്ലാവർക്കും പാടെ. ആർക്കും ആർക്കൊക്കെ ഇടണ്ടെന്നുള്ള ആൾക്കാര് എനിക്കും വേണ്ട. കണ്ണന് വേണോ? ഇത് കറുപ്പ് അടക്കണ്ട് കാണാ. കറുപ്പ് അടക്കണ്ട്. കറുപ്പ് അടക്കണ്ട്. രമേശിന്റെ ഏജന്റ് അപ്പൊ ചെങ്ങന്മാരെ നമ്മളെ വലിയ മീനുകളാണ് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ സാധനങ്ങള്. രണ്ടാമത്തെ ചാക്ക്. അപ്പൊ അത് മുൻകൂട്ടി ബുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കൊടുത്തിക്കണ്. പരാതി മാണ്ടേച്ചിട്ടാണ്. അപ്പൊ ഇനി ഇതും കൂടി ഓര് വെച്ച് കഴിഞ്ഞാല് മിയായി അല്ലേ റൈസേ? ഇനി ഓഫാക്ക്. നമ്മള് സെലക്ട് ചെയ്ത് വെക്കണം. അധികം ടൈം നോക്കാല്ല. ഈ രണ്ട് ബ്രാല് ബേമ്പേ എറിയാണ്. കാനെല്ലാം ഓരോന്ന് വരുള്ളൂ കേട്ടോ. കാനല്ലെങ്കില് ഇത് അവസാനം 2 പീസാണ്. ഇത് വലിയ 2 ബ്രാലാണ്. കണ്ട വണ്ടിയിലേറ്റില് ഇത് കട്ടയില് കൂടുതൽ പൈസ ഇടുന്ന ആളുകൾക്ക് കൊടുക്കും. അതാണ് ഇവിടുത്തെ ലേലം. ചെങ്ങന്മാരെ കിട്ടിയ മീന് എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഇരുടാവും ഇതൊക്കെ അവസാനിക്കണമെങ്കിൽ. ഈ മോട്ടർ കൊണ്ടു കൊടുക്കുക എല്ലാം പാടായിട്ട്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ആകെ ചെളിയിലാണ്. ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാകുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. എന്നാൽ പോലും ചെറിയൊരു ലൈറ്റിൻ്റെ മറവിൽ നിന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു എത്രത്തോളം കിട്ടി എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഞാൻ തന്നിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട്. എനിക്കൊരു ഓരി ഉണ്ടായിരുന്നു. ആ ഓരി കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ഞാനിതൊക്കെ ഇനി എടുത്ത് വെച്ച് കുളിക്കാനുള്ള പരിപാടിയാണ്. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. പറ്റ ക്ഷീണിച്ച് രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാണ്. പിന്നെ 11 മണിക്ക് കഴിയുമ്പോൾ തുടങ്ങാനും 9 മണിക്ക് ഇറങ്ങി എല്ലാവരും കൂട്ടൊക്കെ വേണ്ടേ. അവന് പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ നാളെ വരാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.